അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യദഹുല്ലാഹു തആല ബിൻ നസീൽ അസീസ് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണത്തിൻ്റെ ഭാഗമായി വിശുദ്ധ ഖുർആൻ സൂറ ബഖറയിലെ 44-ാമത്തെ വചനത്തിൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വഅഖീമുസ് സ്വലാത്ത വആതു സക്കാത്ത, നിങ്ങൾ നമസ്കാരം നിലനിർത്തുക. വആതു സക്കാത്ത, നിർബന്ധ ദാനം നൽകുക. വർക്കഉ മഅർ-റാക്കിഈൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം നിങ്ങളും റുക്കൂ ചെയ്യുക. ഈ ഒരു കൽപ്പനയ്ക്ക് നൽകുന്ന വിശദീകരണം. സീക്ക് അള്ളാഹ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗൈഡൻസ്. വിശദീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, നിങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനവും സംരക്ഷണവും തേടുക, അന്വേഷിക്കുക, കണ്ടെത്താൻ പരിശ്രമിക്കുക. സീക്ക് അള്ളാഹ്സ് പ്രൊട്ടക്ഷൻ ആൻഡ് ഗൈഡൻസ്. അള്ളാഹുവിൽ നിന്നായിരിക്കണം നിങ്ങൾ സംരക്ഷണവും മാർഗദർശനവും തേടേണ്ടത്. ആൻഡ് ലിവ് എമംഗ് ദോസ് ഹൂ സബ്മിറ്റ് ദംസെൽവ്സ് ടു അല്ലാഹ് അലോൺ. അള്ളാഹുവിനെ മാത്രം ആരാണോ കീഴ്പ്പെട്ട് കഴിയുന്നത് അവരോടൊപ്പം നിങ്ങൾ ജീവിക്കുവാൻ ശ്രമിക്കുക. ആൻഡ് ലീവ്, ജീവിക്കുക, താമസിക്കുക, വസിക്കുക. എമംഗ് ദോസ് ഹൂ സബ്മിറ്റ് ദംസെൽവ്സ് ടു അല്ലാഹ് അലോൺ. അള്ളാഹ് മാത്രം മതി എന്നുള്ള വിശ്വാസത്തിൽ സകലതും അള്ളാഹുവിനെ ഭരമേൽപ്പിച്ച് ജീവിക്കുന്നവരുടെ ഇടയിൽ അവരുടെ കൂടെ അവരോടൊപ്പം നിങ്ങൾ കഴിയുക. ഈ വചനമൊക്കെ നമ്മൾ വളരെ ആത്മപരിശോധന നടത്തി നോക്കേണ്ടത് തന്നെയാണ്. നമ്മൾ ആരുടെ കൂടാണ് കഴിയുന്നത് എന്ന്, ആരോടൊപ്പമാണ് നമ്മുടെ ദിനരാത്രങ്ങൾ ചിലവഴിക്കുന്നത് എന്ന് നമ്മൾ പരിശോധനാ വിധേയമാക്കേണ്ട കാര്യം തന്നെയാണ്. ഇതൊന്നും നമ്മളിതൊക്കെ അശ്രദ്ധമായിട്ട് നമ്മുടെ ജീവിതം ഇങ്ങനെ ജീവിച്ച് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ ഒരു വാഞ്ച നമ്മളിലേക്ക് വരാതെ, നല്ല നിലയിൽ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കുന്നവർ എവിടെ, ആര്, എങ്ങനെ, ഏത് രീതിയിൽ നമ്മൾ ആ നിലവാരത്തിലേക്ക് വരണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നാൽ അവിടെ നിൽക്കത്തതേ ഉള്ളൂ, എങ്ങും എത്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ വളരെ ബൃഹത്തായതാണ്, ഉത്തമമായതാണ്, ഉദാത്തമായതാണ്. ആ ചര്യയിൽ അദ്ദേഹത്തിന് ഒരിടത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി. ഇതുപോലെ മനുഷ്യ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർക്ക് യഥാർത്ഥമായിട്ട് അവർ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിന്ന് ഇത് പൂർത്തിയാക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരില്ല. അവർ ഡെയിലി പ്രേയേഴ്സ് ഷുഡ് ബി റെഡ് വിത്ത് ഡിവോഷൻ. നമ്മൾ നിത്യവും നടത്തുന്ന പ്രാർത്ഥന അങ്ങേയറ്റം ഭക്തി നിർഭരമായിരിക്കണം. നമ്മൾ 5 നേരം പ്രാർത്ഥന നടത്തുന്നു.
വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നു. ആ വിശുദ്ധ വചനങ്ങളിൽ എന്താണ് നമ്മൾ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിരുത്തി അത് നമ്മുടെ ഉള്ളിൽ തട്ടുന്നെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ. അങ്ങനെ തട്ടുന്നില്ല എന്നുള്ളതാണ് ഇന്ന് ഈ ലോകത്ത് മുസ്ലിങ്ങൾക്ക് പറ്റിയിരിക്കുന്ന തകരാറ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, നീ നേർവഴിയിൽ നീ ഞങ്ങളെ നയിക്കണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വഴി ഏതാണ്? നമ്മൾക്ക് തന്നെ പ്രാർത്ഥന പഠിപ്പിച്ചു തന്നു, സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്തവരുടെ വഴിയാണെന്ന്. ആ അനുഗ്രഹം ചെയ്യപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ച എത്ര വലിയ ത്യാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ വഴിയാണ് നമുക്ക് വേണ്ടതെന്ന്. ത്യാഗനിർഭരമായ ഒരു ജീവിതം, അത് നയിക്കുവാൻ നമ്മൾ തയ്യാറാകുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പ്രാർത്ഥന കൊണ്ട് അർത്ഥമുള്ളൂ. അവർ ഡെയിലി പ്രേയേഴ്സ്, നമ്മുടെ നിത്യവും നടത്തുന്ന പ്രാർത്ഥനകൾ ഷുഡ് ബി റെഡ് വിത്ത് ഡിവോഷൻ, അത് ഭക്തി നിർഭരമായിട്ടായിരിക്കണം. അതിൽ ഓരോ പദവും പാരായണം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാവിൽ, നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ അംഗവിക്ഷേപങ്ങളിൽ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ, അത് ഒടുവിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു മന്ദമാരുതൻ പോലെ കടന്നു വരുവാൻ, ഒരു പ്രതീക്ഷ നൽകുന്ന ഒരവസ്ഥാവിശേഷത്തിലേക്ക്, ഒടുവിൽ അള്ളാഹുവുമായി ലയിച്ചു ചേരുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോൾ മാത്രമാണ് ആ പ്രാർത്ഥനയ്ക്ക് അർത്ഥമുണ്ടാകുന്നത്. ഭക്തി നിർഭരമായ നിലയിലായിരിക്കണം നിങ്ങൾ പ്രാർത്ഥന നടത്തേണ്ടത്. വിത്ത് എ സിൻസിയർ ഹാർട്ട്, അതിന് നിങ്ങൾക്ക് ഒരു നിഷ്കളങ്കമായ ഹൃദയം അനിവാര്യമാണ്. നോട്ട് വിത്ത് ലേസിനെസ്, അതിന് യാതൊരു അലസതയും ഉണ്ടാകരുത്. ആ പ്രാർത്ഥന നടത്തുമ്പോൾ വളരെ കുറച്ച് സമയമാണ് നമ്മൾ ആ പ്രാർത്ഥനയിൽ നിൽക്കുന്നത്, വിവിധ രീതിയിലുള്ള അംഗപ്രക്ഷേപങ്ങൾ കാണിക്കുന്നത്. ഇതൊക്കെ വളരെ കുറഞ്ഞ സമയമാണ്. പക്ഷെ ആ സമയം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രതയോടുകൂടി യാതൊരു ആലസ്യവുമില്ലാത്ത നിലയിൽ, ചിലരാണ് ഉറക്കം തൂങ്ങി അലസമായിട്ടൊക്കെ ആയിരിക്കും ഇരിക്കുന്നതും നിൽക്കുന്നതും സുജൂദ് ചെയ്യുന്നതും റുക്കൂ ചെയ്യുന്നതും ഒക്കെ. വൺ മസ്റ്റ് ടേക്ക് കെയർ ഓഫ് വൺസ് പ്രേയേഴ്സ്, ഓരോ വ്യക്തിയും തൻ്റെ പ്രാർത്ഥനയെ അങ്ങേയറ്റം സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യണമെന്ന്. മറ്റാർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല. നമുക്ക് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് എന്ന് നമുക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരിക്കണം. മറ്റാരെയും കാണിക്കാനോ അവരുടെ ശല്യം സഹിക്കാൻ വയ്യാതെ രാവിലെ എഴുന്നേൽക്കുന്നതായിട്ടോ ഒന്നും ആകരുത്. സ്വയം എൻ്റെ റബ്ബുമായി, എനിക്കൊരു ജീവിതം തന്ന എൻ്റെ രക്ഷിതാവുമായി, അവൻ ഏത് സമയത്താണ് എന്നെ തിരിച്ചു വിളിക്കുന്നതെന്ന് അറിയില്ല, അവന് നന്ദി രേഖപ്പെടുത്തുന്നതിനായി, അവൻ്റെ കൽപ്പനകൾ നിറവേറ്റാനായി ഞാൻ സ്വയം പ്രഭാതത്തിൽ ഉണരുന്നു. അതനുസരിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നോട് കൽപ്പിക്കപ്പെട്ടതെന്നും അത് ഞാൻ നിർവഹിക്കുന്നു. അത് പൂർണ്ണമായ സംതൃപ്തിയോടെ, സന്തോഷത്തോടെ, വളരെ വലിയ പ്രതിഫലം കിട്ടുന്നതാണ്. തൻ്റെ രക്ഷിതാവിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നതാണ്. ഞാൻ എന്ത് ആവശ്യപ്പെടുന്നു അതെനിക്ക് നൽകുന്നതാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയായിരിക്കണം നമ്മൾ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് എഴുന്നേൽക്കേണ്ടത്. വൺ മസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഓൺസ് പ്രേയേഴ്സ്. എ പേഴ്സൺ ഷുഡ് നോട്ട് മേക്ക് ഹിസ് എൽബോസ് ലൈ ഡൗൺ ലൈക്ക് എ ഡോഗ്. നമ്മൾ സുജൂദിൽ പോകുന്ന കാര്യമാണ് പറയുന്നത്. പല അംഗങ്ങൾ നടത്തുന്ന പല രീതിയിലുള്ള ആക്റ്റുകളുണ്ട് നമ്മുടെ ഈ ശരീരത്തിന്. ഓരോന്നിനെയും അതിനെ വഴക്കിയെടുക്കുകയാണ്. അപ്പോൾ അവർ തങ്ങളുടെ കൈമുട്ടുകൾ, നായ കിടക്കുന്ന സമയത്ത് കൈമുട്ടുകൾ, കൈയുടെ ഭാഗം മുഴുവൻ അങ്ങ് തറയിൽ വെക്കും. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ കയ്യെ വെക്കരുതെന്നും, കൈയുടെ വെള്ള മാത്രമാണ് നമ്മൾ സുജൂദിലേക്ക് പോകുമ്പോൾ വെക്കേണ്ടത്. അതാണ് പറയുന്നത്, എ പേഴ്സൺ ഷുഡ് നോട്ട് മേക്ക് ഹിസ് എൽബോസ് ലൈ ഡൗൺ ലൈക്ക് എ ഡോഗ്. ഒരു പട്ടി കിടക്കുന്നത് പോലെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ കിടക്കരുത്. ഓർ ഷുഡ് നോട്ട് പ്രൊസ്ട്രേറ്റ് ബിഫോർ ദ ഇമാം പ്രൊസ്ട്രേറ്റ്സ്, അല്ലെങ്കിൽ ഇമാം സുജൂദ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ സുജൂദ് ചെയ്ത് കളയുക. പല ആളുകളും ഇമാം അവിടെ നിൽക്കും, മഹ്മൂമ് പൊയ്ക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രാർത്ഥനകളുണ്ട്. ഇതിനെല്ലാം അടുക്കും ചിട്ടയും ക്രമവും ഉണ്ടായിരിക്കണം. നമ്മൾ ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്ന് ഒരുമിച്ച് അദ്ദേഹം എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരവസ്ഥ. ഇമാമിൻ്റെ മുമ്പിൽ കയറി ചെയ്യുന്ന പരിപാടിയൊന്നും നടത്തരുതെന്ന് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നു. റുക്കൂ ചെയ്യുന്നവരോടൊപ്പം, നിങ്ങൾ വിനയം കൈക്കൊള്ളുന്നവരോടൊപ്പം നിങ്ങൾ
നിങ്ങളുടെ ശിരസ് കുനിക്കുക, നമിക്കുക. Allah gives much importance to the zakat. തുടർന്ന് വക്കീമുസ് സലാത്ത് വാത്തു സക്കാത്ത് എന്ന് പറഞ്ഞ് പിന്നീട് നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം ഹസരത്ത് ഖലീഫത്തുള്ള സക്കാത്ത് സംബന്ധമായി പറയുന്നു, അള്ളാഹ് ഗീവ്സ് മച്ച് ഇമ്പോർട്ടൻസ് ടു ദ സക്കാത്ത്. സക്കാത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് അള്ളാഹു താല നൽകിയിരിക്കുന്നത്. ദ ഫോർത്ത് പില്ലർ ഓഫ് ഇസ്ലാം, ഇസ്ലാമിലെ 4ാമത്തെ സ്തംഭമാണത്. തസ് ഇറ്റ്സ് ഒബ്സർവൻസ്, ഇത് നിർവഹിക്കൽ ഈസ് മാൻഡേറ്ററി, അത് നിർബന്ധമായ കാര്യമാണ്. നമസ്കാരം പോലെ നിർബന്ധമായ ഒരു കാര്യം ആണ് സക്കാത്ത്. അപ്പോൺ ദ ബിലീവേഴ്സ്, വിശ്വാസികളുടെ മേൽ നിർബന്ധമായ ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ, ഇത് നമുക്ക് മാസം തോറും കഴിയുന്നതും കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. വർഷത്തിലൊരിക്കലാണ് ഇത് കൊടുക്കുവാൻ കൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ അത് ചിലപ്പോൾ നമുക്കൊരു വലിയ ഭാരം പോലെ ആയി വരുന്നത് കൊണ്ട് അപ്പോഴപ്പോഴും ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ സംഗതി എളുപ്പമായിരിക്കും. പ്രയോറിറ്റി ഷുഡ് ബി ഗിവൺ ടു സക്കാത്ത്സ് ഓവർ അതർ ഫണ്ട് റേസിംഗ് പ്രോജക്ട്സ്. പല രീതിയിലുള്ള സംഭാവനകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ സക്കാത്തിനായിരിക്കണം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. മറ്റ് ജമാഅത്തിൻ്റെ ആവശ്യത്തിനായിട്ട്, ജമാഅത്തിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ മനുഷ്യക്ഷേമത്തിന് വേണ്ടിയുള്ള ആവശ്യങ്ങളാണ് ജമാഅത്തിൻ്റെ ആവശ്യം. അത് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലേക്ക് പടർന്ന് അത് ചുറ്റുപാടുമുള്ള കുടുംബങ്ങളിലേക്കും അത് വളർന്ന് ലോകമെങ്ങും സക്കാത്ത്, അതായത് ദാനധർമ്മങ്ങൾ, കഷ്ടപ്പെടുന്നവരുടെ, പ്രയാസപ്പെടുന്നവരുടെ, ബുദ്ധിമുട്ടനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി അതിനും കൂടിയാണ് നമ്മൾ ദിവസവും അധ്വാനിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കണം. മനുഷ്യക്ഷേമത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു ദീനാണ് ഇത്. ദീൻ എന്ന് പറഞ്ഞാൽ പ്രതിഫലം ലഭിക്കുന്ന സിദ്ധാന്തമാണ്. ഇതിലെ ഓരോ പ്രവർത്തിക്കും അല്ലാഹു തആല പ്രതിഫലം നിശ്ചയിച്ചിരിക്കുകയാണ്. നമ്മളൊരു ദിവസം പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കി അത് ദൈവമാർഗത്തിൽ സക്കാത്തായിട്ട് കൊടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ സേവനത്തിന് വേണ്ടിയാണ് കൊടുക്കുന്നത്. അത് ഞാൻ കൊടുക്കൽ എൻ്റെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ് എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി അത് നിർവഹിച്ചതിന് ശേഷമേ നമ്മൾ ഭക്ഷണം അതിൽ നിന്നെടുത്ത് കഴിക്കാവൂ. അതല്ല എങ്കിൽ ഹറാമായ മുതലായി പോകുമെന്ന് ഹസരത്ത് ഖലീഫത്തുള്ള വീണ്ടും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പോൾ സക്കാത്തിന് വളരെ വലിയ പ്രാധാന്യമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ വെറുതെ കേൾക്കുക എന്നതിന് അപ്പുറത്ത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടും സാമൂഹ്യമായിട്ടും ജനങ്ങളെ ഉയർത്തുവാനും ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കുവാനും സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധമായ കൽപ്പനകൾ നമ്മുടെ നിത്യജീവിതത്തിൽ പകർത്തി ഇഹലോകത്തും പരലോകത്തും സമുന്നതമായ സ്ഥാനം നേടുന്നതിനുള്ള മാർഗദർശനങ്ങളായി മാറട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കട്ടെ. ജസാക്കുമുല്ലാഹി അഹ്സനുൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.